വാളയാർ പീഡനക്കേസിൽ പെൺകുട്ടികളുടെ മാതാപിതാക്കളെയും പ്രതി ചേർത്ത CBIയുടെ കുറ്റപത്രം സമർപ്പിച്ചു. ബലാത്സംഗ പ്രേരണ കുറ്റം ചുമത്തിയാണ് രക്ഷിതാക്കളെ കേസിൽ പ്രതിയാക്കിയിട്ടുള്ളത്. CBI തിരുവനന്തപുരം ക്രൈം യൂണിറ്റാണ് എറണാകുളം CBI കോടതിയിൽ അന്തിമ കുറ്റപത്രം സമർപ്പിച്ചത്. അതേസമയം കേസ് അട്ടിമറിക്കാനാണ് CBI ശ്രമിക്കുന്നതെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് പീഡന വിവരം തങ്ങൾ അറിഞ്ഞതെന്നും പെൺകുട്ടികളുടെ അമ്മ പറഞ്ഞു. വാളയാർ കേസിൽ ഞെട്ടിക്കുന്ന കുറ്റപത്രമാണ് CBI തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് യൂണിറ്റ് എറണാകുളം CBI കോടതിയിൽ ഇന്ന് സമർപ്പിച്ചത്. പെൺകുട്ടികളുടെ അമ്മയെയും അച്ഛനെയും പ്രതി ചേർത്തുകൊണ്ടാണ് അന്തിമ കുറ്റപത്രം. പ്രേരണാ കുറ്റമാണ് രക്ഷിതാക്കൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. കുട്ടികൾ പീഡിപ്പിക്കപ്പെട്ടത് അറിഞ്ഞിട്ടും രക്ഷിതാക്കൾ അത് മറച്ചുവെച്ചു എന്നാണ് കുറ്റപത്രത്തിലുള്ളത്. എന്നാൽ കേസ് അട്ടിമറിക്കാനാണ് CBI ശ്രമമെന്ന് പെൺകുട്ടികളുടെ അമ്മ പറഞ്ഞു. പോലീസ് അന്വേഷിച്ചത് തന്നെയാണ് CBI കണ്ടെത്തിയത്. കുട്ടികൾ പീഡിപ്പിക്കപ്പെട്ടത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമാണ് തങ്ങൾ അറിഞ്ഞതെന്നും പെൺകുട്ടികളുടെ അമ്മ പറഞ്ഞു. ഞങ്ങൾ പോയ സമയത്ത് അല്ലെങ്കിൽ നമ്മളെ വിളിപ്പിച്ചിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തരാമെന്ന് വിളിപ്പിച്ച സമയത്ത് തന്നെ തന്നിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ രണ്ടാമത്തെ മകളെയും നഷ്ടപ്പെടില്ലായിരുന്നു. കാരണം നമുക്ക് വായിക്കാൻ പഠിക്കാൻ അറിയാത്ത കൊണ്ട് അവർ രണ്ടുപേരും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അല്ലെങ്കിൽ കുഞ്ഞു മരിച്ചതിൻ്റെ കിട്ടുന്നത് കിട്ടിക്കഴിഞ്ഞിട്ട് നിങ്ങളെ പോലുള്ളവരെ കൊണ്ട് വായിച്ചപ്പോഴാണ് അവരാണ് പറയുന്നത് രണ്ട് മക്കളും പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ അവർ നമ്മൾ ഫസ്റ്റത്തെ അതിൻ്റെ പോസ്റ്റ്മോർട്ടത്തിന് പോയപ്പോൾ തന്നെ റിപ്പോർട്ട് തന്നിരുന്നെങ്കിൽ നമുക്ക് രണ്ടാമത്തെ മകളിൽ നഷ്ടപ്പെടില്ലായിരുന്നു. CBI അന്വേഷണം കൃത്യമല്ല, കേരള പോലീസാണ് നല്ലതെന്ന് ഇപ്പോൾ തോന്നുന്നു. വിഷയത്തെ നിയമപരമായി നേരിടുമെന്നും നിരപരാധിത്വം തെളിയിക്കുമെന്നും പെൺകുട്ടികളുടെ അമ്മ പറഞ്ഞു. കോടതിക്ക് പൂർണ്ണമായിട്ടും ബോധ്യമായി ഇത് അന്വേഷണം ശരിയല്ലാത്ത രീതിയിൽ പോയതാണെന്നുള്ളത് കോടതിക്ക് ബോധ്യമായത് കൊണ്ടാണ് രണ്ടാം ഘട്ട CBIനെ നമുക്ക് തന്നത്. അവരും അതുപോലെ തന്നെ ഇപ്പൊ ഒരു അന്വേഷണവും മൊഴിയെടുക്കുന്നുണ്ട്, പോകുന്നുണ്ട്, വരുന്നുണ്ടെന്നല്ലാതെ യഥാർത്ഥ പ്രതിയിലെത്താൻ അവരൊരിക്കലും ശ്രമിക്കുന്നില്ല. വിശ്വാസമില്ല കാരണം നമുക്ക് ഒരിക്കലും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ വിശ്വാസമില്ലാതെ പറയാൻ കഴിയില്ല. കാരണം അവരോട് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, നിങ്ങളുടെ അന്വേഷണം മക്കളുടെ കൊലപാതകമാണെന്നുള്ള രീതിയിൽ എത്തുമ്പോൾ മാത്രമേ പൂർണ്ണമായിട്ടും നിങ്ങളുടെ അന്വേഷണത്തിന് ഞങ്ങൾക്ക് വിശ്വാസമുള്ളെന്ന് പറഞ്ഞു. അല്ലാതെ ഉദ്യോഗസ്ഥന്മാരെ നമുക്ക് വിശ്വാസമില്ലെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. യഥാർത്ഥ പ്രതികളിലേക്ക് പോകാൻ CBIക്ക് പേടിയാണെന്നും ഞങ്ങൾ പറഞ്ഞതൊന്നും CBI ചെവിക്കൊണ്ടില്ലെന്നും രക്ഷിതാക്കൾ കുറ്റപ്പെടുത്തി. കുറ്റപത്രം വിചിത്രമാണെന്ന് വാളയാർ സമരസമിതിയും പ്രതികരിച്ചു. 2017 13ഉം 9ഉം വയസ്സുള്ള പെൺകുട്ടികളെ ദുരൂഹ സാഹചര്യത്തിൽ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. തുടർന്ന് പോലീസ് അന്വേഷിച്ച കേസ് CBIയിലേക്ക് എത്തുകയായിരുന്നു. CBI 2021 പെൺകുട്ടികളുടേത് ആത്മഹത്യ എന്ന തരത്തിൽ കുറ്റപത്രം സമർപ്പിച്ചെങ്കിലും പിന്നീട് തുടരന്വേഷണത്തിന് ഉത്തരവിടുകയായിരുന്നു. പ്രസ്തുത അന്വേഷണത്തിന്റെ അന്തിമ റിപ്പോർട്ടാണ് ഇന്ന് കോടതിയിൽ സമർപ്പിച്ചത്. ജനം, പാലക്കാട്.